നമസ്കാരം. ഹൈദരാബാദിനെ ആ ഭീഷണി വാർത്ത പിടിച്ചുലച്ചു. ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനിനെ ബോംബ് വെച്ച് തകർക്കുമെന്ന മുന്നറിയിപ്പ്. അതും വെറും മുന്നറിയിപ്പായിരുന്നില്ല. 250 പേരുടെ ജീവനും 2 കോടി രൂപയും തമ്മിലുള്ള ഒരു ഭീകരമായ വിലപേശലായിരുന്നു. സെക്കന്ദരാബാദിലെ റെയിൽ പാളത്തിൽ വെച്ച് വന്ദേ ഭാരത് ട്രെയിനിനെ ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ആ ഭീഷണി. ജിഹാദികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു സംഘം 250 പേരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ആ കത്തിൽ പറയുന്നു. എന്നാൽ ഈ ഭീകരാക്രമണം ഒഴിവാക്കാൻ ഒരു വഴിയുണ്ടത്രേ. റെയിൽവേ ഒരു ജനറൽ മാനേജറുടെ അക്കൗണ്ടിൽ 2 കോടി രൂപ നിക്ഷേപിക്കണം. സ്ഫോടനത്തിലൂടെ 250 പേരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ഈ കത്തിൽ പറയുമ്പോഴും ഷോയിബ്, ഷംഷീർ, നിസാമി എന്നീ 3 പേരുകളാണ് കത്തിൽ ജിഹാദികൾ എന്ന് വിശേഷിപ്പിച്ചവർ തങ്ങളുടെ പേരായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വ്യാജ ഭീഷണി കത്താണ് എന്നാണ് റെയിൽവേയുടെ പ്രതികരണം. പ്രതികൾ പണം സ്വീകരിക്കാൻ എന്തിനാണ് വിലാസം രേഖപ്പെടുത്തിയത് എന്നാണ് റെയിൽവേ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഹൈദരാബാദ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുമ്പോഴും ഈ സിനിമാ സ്റ്റൈൽ ഭീഷണിക്കത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനാണ് അവരുടെ ശ്രമം. വെറും വാക്കുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ്? ഒരുതരം മാനസിക വിനോദത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടവരാണോ, അതോ അത്രയധികം ആസൂത്രണത്തോടെയുള്ള എന്തെങ്കിലും പദ്ധതികളാണോ? ഇതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വ്യാജ ഭീഷണി കത്തല്ലെങ്കിൽ ഈ ഒരു സംഘത്തിന് പിന്നിൽ ആരായിരിക്കും എന്ന രീതിയിലൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു കത്ത് വന്നതോടുകൂടി ജനങ്ങളും പരിഭ്രാന്തരാണ്. ഒരുപാട് ആളുകൾ വന്ദേ ഭാരതിൽ കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്തയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വാർത്തയിൽ ഇടം പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുന്നതും. അതേസമയം ഒരു വ്യാജ ഭീഷണി കത്താണ് ഇതെന്ന് പോലീസ് പറയുമ്പോഴും അവരും ഈ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ട്രെയിൻ ബോംബിട്ട് തകർക്കുമെന്ന രീതിയിൽ പല സന്ദേശങ്ങളും റെയിൽവേക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വന്ദേ ഭാരതിൽ അവസാനിക്കുന്നതല്ല. പല ട്രെയിനും ഇത്തരത്തിൽ ബോംബിട്ട് തകർക്കുമെന്ന രീതിയിൽ നിരവധി തവണ കത്ത് ലഭിച്ചിരുന്നു. പിന്നീട് അതൊക്കെ വ്യാജ ബോംബ് സന്ദേശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതേസമയം അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ജനങ്ങളെ കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോഗ് സ്ക്വാഡും അടക്കമുള്ള സംഘത്തെ എത്തിച്ച് ഇവിടെ ഇത്തരത്തിലുള്ള പരിശോധനയെല്ലാം നടത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ വന്ദേ ഭാരതിലുമെല്ലാം ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിരവധി പേരുടെ ജീവനെ വെച്ചാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്. അതുകൊണ്ട് തന്നെ സർക്കാരും ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഇതിനു മുമ്പ് വ്യാജ ഭീഷണി സന്ദേശം ലഭിച്ച ഇമെയിലുകളൊക്കെ തന്നെ ഇപ്പോൾ സംഘം പരിശോധിക്കുന്നുണ്ട്.